Praise the Lord. Praise the Lord. Greetings to all in the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. Our God is an awesome God. നമ്മുടെ കർത്താവ് ശക്തിയുള്ള ദൈവമാകുന്നു. He is having a special purpose on us. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായ ഒരു ഉദ്ദേശം. And He has predestined our future. നമ്മുടെ ഭാവി മുന്നമേ കണ്ട കർത്താവാകുന്നു. So 2 years back, I had a nightmare that I was going to get a valley of death. 2 വർഷങ്ങൾക്ക് പിറകിൽ ജയിക്കിന് ദർശനം ഉണ്ടായിരുന്നു. ഒരു മരണകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് 2023 September 10th onwards, I had fever. 2023 സെപ്റ്റംബർ മാസം മുതൽ ജയിക്കിന് പനി വന്നു. As usual, doctor prescribed me medicines. സാധാരണ ഡോക്ടർമാരെ പറയുന്ന പോലെ മെഡിസിൻ ഒക്കെ ജയിക്കെടുത്തു. And my fever didn't come down. എന്നാൽ പനി കുറഞ്ഞില്ല. I became so tired and started vomiting. പനി കുറയാൻ നിമിത്തം ഒത്തിരി ക്ഷീണിതനായി ശബ്ദത്തിൽ ആരംഭിച്ചു. At this time, my mother was on bed rest. ആ സമയത്ത് ഷാമിലി ബെഡ് റെസ്റ്റിലായിരിക്കുന്ന സമയമായിരുന്നു. That time she had a total hip replacement surgery. ആ സമയത്ത് ജയിക്കിന്റെ മമ്മി ഒരു ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ റെസ്റ്റ് ആയിരിക്കുന്ന സമയമായിരുന്നു. So on September 15th, I had fever, so I went for hospital. സെപ്റ്റംബർ മാസം 15-ാം തീയതി പനി ആരംഭിച്ചു. അങ്ങനെ ആശുപത്രിയിലേക്ക് കടന്നുപോയിരുന്നു. And that time doctors had said me and my dad have dengue positive. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡെങ്കു പോസിറ്റീവ് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. Suddenly, a family friend Monsi uncle had came and took us from hospital to another hospital. ആ സമയത്ത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയിരിക്കുന്ന മോൻസെങ്കിൽ ഞങ്ങളെ കടന്നു വന്ന് ഞങ്ങളെ അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ മാറ്റി വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. Again in that hospital, I started vomiting. ആ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ വീണ്ടും ജയിക്ക് ശബ്ദത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു. That on that time, my dad's friend, Dr. Pramod had came. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഡോക്ടർ പ്രമോദ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ അവിടെ കടന്നു വന്നു. He had came and saw my eyes. അദ്ദേഹം കടന്നു വന്ന് ചെക്ക് ചെയ്തതിനു ശേഷം Saw my eyes here and there, moving here and there. ആ സമയത്ത് ജയിക്കിന്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. So he preferred to take me to Apollo Hospital. അദ്ദേഹം പറഞ്ഞു MRI എടുത്ത ശേഷം അപ്പോളോയിലേക്ക് കൊണ്ടുപോകണമെന്ന്. And on the way to Apollo Hospital, and we reached there. അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ And they rejected me. അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരോട് റിജക്ട് ചെയ്തു. Suddenly, Dr. Pramod called my dad and said to take me to St. John's Hospital. ആ സമയത്ത് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രമോദ് തന്നെ പറഞ്ഞു പെട്ടെന്ന് അവനെ അവിടെ നിന്ന് ബെസ്റ്റ് സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. On that time, Virupaksha and Ron Sitya was there with me and other church members. ഞങ്ങളുടെ ചർച്ചിലെ സീനിയർ പാസ്റ്റർ പാസ്റ്റർ എന്റെ വൈഫ് റോൺ സിസ്റ്റർ ചർച്ചിലെ വിശ്വാസികളൊക്കെ ആ സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. And took me for MRI brain. അവിടെ നിന്ന് MRI ബ്രെയിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയി. And they reached hospital. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം I lost all my conscious. ആ സമയത്ത് ജയിക്കിന്റെ ഫുൾ കോൺഷ്യസ് എല്ലാം നഷ്ടപ്പെട്ടു. So in ambulance, Pastor Vinny Matthew and other church members prayed for me. ആംബുലൻസിലായിരിക്കുമ്പോൾ സഭാവിശ്വാസികൾ ദേവദാസന്മാരൊക്കെ ജയിക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. I was in high risk. വളരെ റിസ്കിലായിരുന്നു ജയിക്കിന്റെ ആ സമയം. At the same night, I got a bed in ICU. ആ സമയത്ത് സെന്റ് ജോൺസ് എന്ന ദിവസം തന്നെ അവരെ ഐസിയുലേക്ക് മാറ്റി. On that time, they put me in ventilator. അന്ന് തന്നെ രാത്രി അവർ വെന്റിലേറ്ററിലേക്ക് മാറ്റി. That I was in coma stage. ആ സമയത്ത് ഒരു കോമാ സ്റ്റേജിലേക്ക് ജയിക്ക് മാറ്റി. My parents didn't know about my condition. എന്നാൽ അവന്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. My mom was alone in home after surgery. ആ സമയത്ത് മമ്മി വീട്ടിലൊറ്റയ്ക്കായിരുന്നു. My beloved Pastor Vinny Matthew and other church members took care of me. ആ സമയത്ത് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ആ സമയത്ത് ജയിക്കിന്റെ കാര്യം നോക്കുന്നത് ഞങ്ങൾ ചർച്ചിലെ പാസ്റ്റർ അവിടുത്തെ വിശ്വാസികളുമായിരുന്നു. More than 2 weeks. 2 ആഴ്ച കാലം അവിടെയായിരുന്നു. My mom got to know my situation after 2 days. 2 ദിവസത്തിന് ശേഷമാണ് മാതാവ് ഈ കാര്യത്തെ കുറിച്ച് അറിയുന്നത്. She came and saw me. മാതാവ് അവിടെ ചെന്നു ജയിക്കിനെ കണ്ടു. But my dad didn't know my real situation. ആ സമയത്ത് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ ആയിരുന്നുകൊണ്ട് എനിക്ക് റിയൽ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ICU doctors told Vinny Matthew Pastor that they are removing ventilator. ICU ഡോക്ടർമാർ പറഞ്ഞു വെന്റിലേറ്റർ റിമൂവ് ചെയ്യുന്ന സമയമായി യാതൊരു ഹോപ്പുമില്ല എന്ന് പറഞ്ഞു. And Pastor pleaded doctors പാസ്റ്റർ ഡോക്ടർമാർക്ക് പറഞ്ഞു not to remove ventilator. വെന്റിലേറ്റർ മാറ്റണ്ട. And Pastor made all the church members for 3 schedules.
ആ സമയത്ത് ജയിക്കിനെ നോക്കാൻ വേണ്ടി ചർച്ചിലെ പാസ്റ്റർ 3 ഷെഡ്യൂളായിട്ട് ആൾക്കാരെ ക്രമീകരിച്ചു. On that time, whole world was spread. My news was spread. ആ സമയത്ത് ജയിക്കിനെ കുറിച്ച് ലോകമൊക്കെ എല്ലാ ദൈവവും ജയിക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. Many churches prayed for me. ഒത്തിരി സഭകൾ ജയിക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. Pentecostal Church, Orthodox Church, Martoma Church, and other churches. ആ സമയത്ത് പെന്തക്കോസ്തലരായിരുന്ന മാത്രമല്ല മർത്തോമക്കാർ, യാക്കോബക്കാർ, TV ചർച്ച അവരൊക്കെ ചർച്ചിൽ അനൗൺസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. Many Christian TV channels. അനേക TV ചാനൽ പ്രോഗ്രാം അവർ തന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന തുടങ്ങി. Many churches started fasting prayer. ഒത്തിരി ചർച്ചകൾ ജയിക്കിന് വേണ്ടി ഉപവാസം എടുക്കുവാനിടയായി. My dad got discharged after 5 days. ഞാൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി. And came to see me in ICU. ജയിക്കിനെ കാണാൻ വേണ്ടി ഞാൻ ഐസിയുലേക്ക് കടന്നു. At that time, I was also in coma stage. ആ സമയത്ത് ജയിക്കിന് കോമ സ്റ്റേജിൽ തന്നെയായിരുന്നു. Dr. Naresh told my parents there is no hope. ആ സമയത്ത് ഡോക്ടർ നരേഷ് ഐസിയു ഇൻചാർജ് ആയി. ഡോക്ടർ നരേഷ് പറഞ്ഞു യാതൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. If he come back to life, he will be in high risk. അദ്ദേഹം ഒരുപക്ഷേ ജയിക്കിന് ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ പോലും ഒത്തിരി പ്രശ്നമുള്ള വ്യക്തിയായിരിക്കും. They gave us suggestion to take injection which cost 75,000. ആ സമയത്ത് വേണമെങ്കിൽ ഒരു ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് 75,000 വരെയുള്ള ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. So they started injection for 5 days. അവർ 5 ദിവസം ആ ഇഞ്ചക്ഷൻ കൊടുത്തു. Because of prayers of many people, അനേക ദൈവമക്കളുടെ പ്രാർത്ഥനകൾ നിമിത്തം God has started to work in my body. ദൈവം ജയിക്കിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. I started to respond well. ആ സമയത്ത് ബോഡി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. As at that time, my hand and legs started to respond well. ആ സമയത്ത് ജയിക്കിന്റെ കൈയും കാലും അനങ്ങാൻ തുടങ്ങി. Just like Ezekiel says in chapter 37, 5-7. എസെക്കിയേൽ പ്രവാചകൻ പറയുന്ന പ്രകാരം That is what the sovereign Lord says to these bones. കർത്താവ് ഈ അസ്ഥികളുടെ പ്രകാരം അറിയിച്ചു, I will make breath into you, നിങ്ങൾ ജീവിക്കേണ്ട ഞാൻ നിങ്ങൾ ശ്വാസം തരും. and you will come to life. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച്, I'll attach tendons to you, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച്, and make flesh come upon you, മാംസം പിടിപ്പിച്ച്, and know you who I am God. നിങ്ങളെ തൊട്ടുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ ശ്വാസം വരുന്നു. As Ezekiel 37:3 says, യെരഹ്മ്യാവ് 37 പറയുന്ന പ്രകാരം God is asking prophet, will these bones live? പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ഈ അസ്ഥികൾ ജീവിക്കുമോ? Many problems we face we may have. ആ സമയത്ത് നമുക്ക് ഒത്തിരി പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കാണാം. Many unanswered questions ഒത്തിരി അസാധാരണമായ ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിൽ കാണാം. will come in our thoughts. അനേക ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. Our life. നമ്മുടെ ജീവിതത്തെ കുറിച്ച് In that situation or crucial time, ആ സാഹചര്യങ്ങളിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ God is asking us whether these bones will live. ദൈവം നമ്മളോട് ചോദിക്കുകയാണ് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. What will be answer? നമ്മൾ എന്ത് ആൻസറാണ് ദൈവത്തോട് കൊടുക്കുന്നത്? Do you have any doubts? നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? If you have any doubts, you can see the miracle. You can't see the miracle. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയത്തോടെ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മിറക്കിൾ, ആ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയത്തില്ല. If you believe in God, He will show you the miracle. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. He will open new ways പുതിയ വഴികൾ കർത്താവ് തുറക്കും. where there is no way. ഒരു വഴികളും ഇല്ലാത്ത സ്ഥലങ്ങളിൽ Today, this morning, God will open many ways ദൈവം പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികളെ തുറക്കുന്ന കർത്താവാണ്. for us. നമുക്ക് വേണ്ടി He will create everything from nothing. ഒന്നുമില്ലായ്മയെന്ന് സകലവും സൃഷ്ടിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. No flesh, no blood. No flesh, no veins. അസ്ഥിയില്ലാത്തടത്ത്, മാംസമില്ലാത്തടത്ത്, ഞരമ്പില്ലാത്തടത്ത് നിന്നും But God can create everything. ദൈവം അവിടെ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നവനാണ്. Where there is nothing, ഒന്നുമില്ലായ്മയിൽ നിന്ന് God will make wonderful ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തും. and marvelous things in our life. അനേക അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. If you are in need, നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, where there is no hope, ഒരു പ്രതീക്ഷയില്ലാത്ത സമയങ്ങളില്ല, God will make new creations ദൈവം നമുക്ക് വേണ്ടി പുതിയ സൃഷ്ടി ചെയ്യും. and openings. പുതിയ വഴികൾ തുറക്കും. I was a person who prayed for miracles ഞാനൊരു അത്ഭുതത്തിന് വേണ്ടി എനിക്ക് വേണ്ടി in പ്രാർത്ഥിച്ചു. childhood, എന്റെ ചെറിയ പ്രായത്തിൽ but God showed me a miracle in September 15, 2023. എന്റെ ജീവിതത്തിൽ കർത്താവ് സെപ്റ്റംബർ മാസം 23-ാം തീയതി അത്ഭുതം ജയിക്കിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു. As I was in ventilator series, വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ God had showed me as a big screen. അവർ വലിയ സ്ക്രീനിൽ ചില കാര്യങ്ങൾ ജയിക്ക് കാണുവാനിടയായി.
All my ventilator series got showed me in big screen. വലിയ കിടക്കുന്ന സമയത്ത് വലിയൊരു സ്ക്രീനിൽ പല കാര്യങ്ങൾ കാണുവാനിടയായി. Many of them came to meet me. ഒത്തിരി പേര് എന്നെ കാണുവാൻ വേണ്ടി കടന്നു വന്നു. They prayed for me. ഒത്തിരി പേര് കടന്നു വന്നു. Known and unknown pastors came. അറിയുന്നവരും അറിയാത്ത ദേവദാസന്മാരെ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. In ICU, my mom used to sit near me and sing songs for me. ഐസിയുവിനകത്ത് ജീവിക്കുന്ന മാതാവ് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്തുകൊണ്ടിരുന്നു. And read Bible verse. ബൈബിൾ വാക്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്നു. Psalm 91 in ventilator. 91 സങ്കീർത്തനം വായിച്ചു. I got two Bible verses from God. രണ്ട് വചനം ദൈവത്തിൽ എനിക്ക് ലഭിച്ചു. Psalm 91:7. 91 സങ്കീർത്തനം 7 വാക്യം. 1,000 may fall at your side, 10,000 may at your right hand, but it will not come near you. നിന്റെ വശത്ത് 1000 പേര് നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. And Psalms 23:4. 23 സങ്കീർത്തനം വാക്യം. Even though I walk through the darkest valley, I fear no evil, for you are with me. Your rod and your staff they comfort me. കുരുത്താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ ആർക്കും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടി ഇരിക്കുന്നുവോ, നിന്റെ വടി പോലും എന്നെ ആശ്വസിപ്പിക്കും. After 10 days of ventilator and 20 days of ICU, 10 ദിവസം വെന്റിലേറ്ററിന് ശേഷം 20 ദിവസത്തെ ഐസിയു വാസത്തിന് ശേഷം doctor shifted me to room. ഡോക്ടർമാരെ റൂമിലേക്ക് മാറ്റി. And then many church pastors and believers came and saw me. അനേക ദേവദാസന്മാരും എന്നെ കാണാൻ വേണ്ടി കടന്നു വന്നു. Many Matthew pastor used to come frequently. ഞങ്ങളുടെ പാസ്റ്റർ തുടർച്ചയായി കടന്നു വരുമായിരുന്നു. And even Justin pastor used to ask about my condition. ജസ്റ്റ് പാസ്റ്റർ വരികയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. We are so grateful for them. നിങ്ങളോടുള്ള വളരെ നന്ദിയോടെ ഞാനായിരിക്കുന്നു. Thank you. നന്ദി അറിയിക്കുന്നു. And I was not able to walk. ആ സമയത്ത് എനിക്ക് നന്നായിട്ട് നടക്കാൻ കഴിയുന്നില്ലായിരുന്നു. Doctor started physiotherapy and occupation therapy. ഐസിയുവിന് ശേഷം ഫിസിയോതെറാപ്പി, ഓക്യുപേഷൻ തെറാപ്പി, ഇങ്ങനെ പല തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്തു. After 34 days of hospitalization, 34 ദിവസത്തെ വാസത്തിന് ശേഷം, ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം I got discharged from St. John Hospital. സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. But after 1 week again, I got admitted. വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എന്റെ ജീവിതത്തിൽ വീണ്ടും പ്രയാസമുണ്ടായി. വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. Because of the breathing issue. ഒരു ബ്രീത്തിങ് ഇഷ്യൂ എനിക്കുണ്ടായി. So they found a narrowing in my airway. അങ്ങനെ ബ്രോങ്കോസ്കോപ്പിയിൽ മനസ്സിലാക്കി എയർവേയിൽ ചെറുതായി വരുന്നു. Due to long-term ventilator, വെന്റിലേറ്റർ കണ്ടിന്യൂസ് ആയി കിട്ടുന്ന നിമിത്തമുണ്ടായ ഒരു സൈഡ് എഫക്റ്റ് ആണ്. they referred me to Narayana. അവരോട് നാരായണയിലേക്ക് റെഫർ ചെയ്തു. Also they couldn't meet me. അവിടെ നാരായണയിൽ എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. Dr. Sanjay Rao, ഡോക്ടർ സഞ്ജയ് റാവു surgeon and team did balloon dilatation അവിടെ എനിക്ക് വേണ്ടി ബലൂൺ ഡയലറ്റേഷൻ ചെയ്തു. 2 times. 2 പ്രാവശ്യം ചെയ്തു. But there was no success. എന്നാൽ അതൊരു സക്സസിലേക്ക് മാറിയില്ല. Finally, our family friend Sajjan uncle and Dr. Iron ഞങ്ങളുടെ ഫാമിലി ചില സാഹചര്യങ്ങൾ മകള് ഡോക്ടർ ഐരൻ അവര് forced us to go to CMC Medical College വെല്ലൂരുള്ള CMC മെഡിക്കൽ കോളേജിൽ ഞാൻ ഒത്തിരി നിർബന്ധിച്ചു. for further treatment. ആ കുടുംബത്തിൽ ട്രീറ്റ്മെന്റ് വേണ്ടി. On the next day, അതിൽ നെക്സ്റ്റ് ഡേ Pastor Binu Matthew and Ron Sechi they came and took me to Vellore. ഞങ്ങൾ അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ ഒരു പാസ്റ്റർ കടന്നു ഞങ്ങളെ വെല്ലൂരിലേക്ക് കൊണ്ടുപോയി. To CMC Vellore on 12th December. ഡിസംബർ മാസം 12-ാം തീയതി ഞാൻ വെല്ലൂരിലേക്ക് എത്തിച്ചേർന്നു. I had a major tracheal surgery. അവിടെ മേജറായ ട്രക്കിയൽ സർജറി അവിടെ ഉണ്ടായി. In my neck. അവിടെ കഴുത്തില് To remove the blockage. ആ കഴുത്തിലുള്ള എയർവേയുടെ ബ്ലോക്കേജ് മാറ്റുവാൻ വേണ്ടി Dr. Suma Susan Matthew and team. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ സുമാ സൂസൻ മാത്യു എന്റെ ഹെഡാണ് അവരുടെ ശുശ്രൂഷ. At that time, Dr. Suma Susan Matthew and her husband ഡോക്ടർ സുമാ സൂസൻ മാത്യു അവരുടെ ഹസ്ബൻഡ് were praying for me in the church. അവരുടെ ചർച്ചകളിൽ പോയി ജയിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. On December 18, Dr. Suma Susan Matthew and her team they surgered me. ഡിസംബർ മാസം 18-ാം തീയതി ജയിക്കിന് ട്രക്കിയൽ സർജറി നടത്തി. After 26 days, I had a discharge. അവിടെ 26 ദിവസത്തെ അഡ്മിഷൻ ശേഷം വീണ്ടും അവിടെ ഡിസ്ചാർജ്. I came to Bangalore. വീണ്ടും ബാംഗ്ലൂരിലേക്ക് ഞാൻ കടന്നു. In Vellore, വെല്ലൂരിലായിരിക്കുമ്പോൾ there was many doctors helped me. ഒത്തിരി ഡോക്ടർമാർ ഞങ്ങളെ സഹായിച്ചു. Dr. Gifty, Dr. Roshni. അവിടെ ഡോക്ടർ ഗിഫ്റ്റ്, ഡോക്ടർ റോഷ്നി ഒത്തിരി ഡോക്ടേഴ്സ്. I thought my studies are gone. ഞാൻ വിചാരിച്ചു എന്റെ പഠനം ആദ്യ വഴി ഉപേക്ഷിക്കപ്പെട്ടു പോകും. But God helped me to write my first year exam. ദൈവം എന്നെ +1 എക്സാം എഴുതുവാൻ എന്നെ സഹായിച്ചു. Now I'm getting better. ഞാൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Please pray for my health. എന്റെ ആരോഗ്യത്തിന് വേണ്ടി ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. From our bottom of heart, we are thankful to all our
all who pray for us. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആജിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരും ഹൃദയത്തിന്റെ അന്തർഭാഗത്തും നന്ദി അറിയിക്കുന്നു. On 27th Feb, I had a follow-up. 27-ാം തീയതി ഫെബ്രുവരി മാസം വീണ്ടും ഒരു ഫോളോ-അപ്പ് ഉണ്ടായിരുന്നു. In Vellore, they said they are happy with my condition. ഫർദർ ചെക്കപ്പിന് വേണ്ടി വീണ്ടും വെല്ലുവിളിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അവർ ഹാപ്പിയാണ്. On that day itself, God brought us to Bangalore safely. അന്ന് സെയിം ഡേ മടങ്ങി ബാംഗ്ലൂർ വരെയായിരുന്നു. I had a follow-up on last 21st May. കഴിഞ്ഞ മാസം 21-ാം തീയതി വീണ്ടും ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. On that day, I had a landing on my again in airway. എയർവേയിലെ ചെറിയൊരു നാരോ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. So they preferred to do a balloon dilatation. അവിടെ വീണ്ടും ഒരു balloon dilatation അവിടെ ചെയ്തു. After 3 days, അവിടെ ഒരു 3 ദിവസം വീണ്ടും അഡ്മിറ്റ് ആയിരുന്നു. God brought us safely to Bangalore. വീണ്ടും മടങ്ങി ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു. And I'm so thankful to Gilgaleji Christian Assembly Church. ഈ ഗിൽഗാലിയ ക്രിസ്ത്യൻ അസംബ്ലി ചർച്ചിനോട് വളരെ നന്ദിയോടെ ഞാൻ ആയിരിക്കുന്നു. For Justin Pastor. For Justin Pastor. For this opportunity. ഈ ഒരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. And to share my testimony. എന്റെ സാക്ഷ്യം പറയുവാൻ. And I have one prayer point. ഒരു പ്രാർത്ഥന വിഷയം പറയട്ടെ. Let's pray for our neighbors, for non-believers. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിനെ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. They should know the real God. അവരും ഈ ദൈവത്തെ അറിയുവാൻ വേണ്ടി. In your homes, rooms. നമ്മുടെ വീടുകളിൽ ഭവനങ്ങളിൽ place your hand on the wall. അവരുടെ ഭിത്തികളിൽ നമ്മൾ കൈവച്ചുകൊണ്ട് and start praying for them. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. And after some days, ചില ദിവസങ്ങൾക്ക് ശേഷം they will come and ask you who is the real God. അവർ നമ്മുടെ അടുത്ത് നമ്മോട് ചോദിക്കുകയാണെങ്കിൽ ആരാണ് യഥാർത്ഥ ദൈവം ചോദിക്കുന്നത്. They come and ask you to tell more about them. ആ സമയത്ത് കർത്താവിനെ രക്ഷിതാവിനെ കുറിച്ച് കൂടുതൽ പറയാൻ ദിവസമായി. If you're doing it, നമ്മൾ ചെയ്യുകയാണെങ്കിൽ it's fine. അത് നല്ലതാണ്. Those who are not doing it, അത് ചെയ്തില്ല എങ്കിൽ please try to do it. അത് ചെയ്യുവാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു. Thank you. ദൈവമേ